ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ബാക്കി ഷോപ്പിങ്ങിനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മെയിൻ ഐറ്റംസ് എല്ലാം ഞാനും അച്ചാച്ചനും കൂടെ നേരത്തെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ഷോപ്പിംഗ് വെച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇവർ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 5000 രൂപയിൽ ഒതുക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇവരെങ്ങനെ പോയാലും കുറേ സാധനങ്ങൾ എക്സ്ട്രാ മേടിച്ച് ഒരു 6000 6500 എത്തിക്കാനുള്ള കഴിവ് ഞങ്ങളുടെ മക്കൾക്കുണ്ട്. 3 പേരും സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വർഷവും എല്ലാ ഐറ്റംസും ഇപ്പോൾ പുതിയതായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. ഓരോ ഐറ്റംസ് തീർന്നിരിക്കുന്നത് ആർക്കാണോ അവർക്ക് മാത്രമാണ് പുതിയതായിട്ടുള്ള ഐറ്റംസ് മേടിക്കുന്നത്. എല്ലാ കൊല്ലവും എല്ലാ ഐറ്റംസും പുതിയത് മേടിച്ച് കൊടുത്ത് മക്കളെ സ്കൂളിൽ അയക്കുന്ന ടൈപ്പ് പേരൻസേ അല്ല ഞങ്ങൾ. അതുകൊണ്ട് ഓരോരുത്തർക്കും തീർന്നിരിക്കുന്ന സാധനങ്ങൾ മാത്രം മെയിൻ ഐറ്റംസ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരെയും കൊണ്ടുപോയില്ല, ഇവർക്ക് സ്കൂൾ ഷോപ്പിംഗ് നടത്താൻ പറ്റിയില്ല എന്നൊരു സങ്കടം ആവണ്ടെന്ന് കരുതിക്കൊണ്ട് ചെറിയ ഐറ്റംസൊക്കെ ഇവരെയും കൂട്ടിയിട്ട് ഞാനും മക്കളും കൂടെ പോയി അങ്ങ് മേടിച്ചു. കടയിലേക്ക് കയറിയപ്പോഴത്തേക്കും കള്ളം കൊച്ചിനോട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറിയ പോലെയായിരുന്നു ഇവരുടെ പ്രകൃതം. കണക്ക് കൂട്ടിയും കുറച്ചും ഹരിച്ചും ഒക്കെ കൊണ്ടുപോയിട്ടും ഞാൻ ഉദ്ദേശിച്ചതിലും എക്സ്ട്രാ പൈസ ഇവരെന്നെ കൊണ്ട് ചിലവാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം നടക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മേടിച്ച് വെച്ച സാധനങ്ങളുടെയും ഇപ്പോൾ പോയി മേടിച്ച സാധനങ്ങളുടെയും എല്ലാം കൂടെ ഒരു വീതം വെപ്പാണ്. 2 നിലയുള്ള മേളിൽ മുത്ത് കറക്കുന്ന ബോക്സ് ആയിരുന്നു എൻ്റെ സ്കൂൾ ടൈമിലേക്ക് ഏറ്റവും ലക്ഷറി ബോക്സ്. ഇപ്പോൾ വന്ന് നമ്പർ ലോക്കുള്ള ബോക്സ് വരെ ആയിട്ടുണ്ട്. എന്തായാലും അതൊരെണ്ണം കൈക്കലാക്കിയിട്ടാണ് പോകുന്നത്. സ്വിച്ച് ഇട്ടാൽ കട്ടറും ഇറേസറും വരെ വരും. ഇത് പിന്നെ നമ്മൾ ആൾക്കാർ പോയി കഴിയുമ്പോൾ ചായക്കപ്പ് നമ്മൾ തന്നെ എടുത്ത് വെച്ച് കഴുകണം എന്ന് പറയുന്ന ആ സംവിധാനത്തിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. വെട്ടിക്കഴിഞ്ഞ് അതിനകത്ത് തന്നെ കിടക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മൾ തന്നെ തുറന്ന് അതിനകത്ത് വേസ്റ്റ് എടുത്ത് കളയണം. ഒരു പായം വിരിച്ച 3 പേരെയും കൂടെ വാരിക്കൂട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നിട്ടുണ്ട്. സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി വീതം വെപ്പാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വത്തുക്കൾ വീതം വെച്ചില്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ മക്കൾ തമ്മിൽ അടിയാകും എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ ഏകദേശം ഒരവസ്ഥ. ഈ സാധനങ്ങളൊക്കെ എൻ്റെ മേൽനോട്ടത്തിലല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഏത് നിൻ്റെ ഏതെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര അടിയായിരിക്കും. മെയിൻ ഐറ്റംസ് പേരൻസ് ഒറ്റയ്ക്ക് പോയി സെലക്ട് ചെയ്തിട്ട് ഒരു കുട്ടി ഷോപ്പിങ്ങിന് മക്കളെയും കൊണ്ട് പോകുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് എനിക്ക് ഇപ്രാവശ്യം തോന്നിട്ടോ. ഏകദേശം മക്കളുടെ ഇഷ്ടങ്ങളും അവരുടെ നിറങ്ങളും ഒക്കെ നമുക്കറിയാമായിരിക്കുമല്ലോ. അത് വെച്ചൊരു ഐഡിയ വെച്ചങ്ങ് മേടിച്ചിരുന്നാൽ മതി. കൊണ്ടുപോകുമ്പോൾ നമ്മൾ മക്കളെ എല്ലാവരെയും കൊണ്ടുപോകണം. ഒരാളെ ഒഴിവാക്കി നിർത്തി അല്ലെങ്കിൽ 2 പേരെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 പേരെയും കൂടെ കൊണ്ടുപോയാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞ് നമ്മളൊരു സാധനം എടുത്തു കഴിയുമ്പം അടുത്ത 2 പേർക്കും അത് ആവശ്യമായിട്ട് വരും. അവരുടെ കയ്യിൽ അതുണ്ടെങ്കിലും അവരത് കാണുമ്പം വേണം എന്ന് പറയും. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പം ഒരു ഭാഗമായിട്ടാണല്ലോ വരുന്നത്. അതിൽ നിറച്ച് സാധനങ്ങളെല്ലാം പുതിയ സാധനങ്ങളാകുമ്പോൾ ഓരോരുത്തർക്ക് വീതം വെച്ച് കൊടുത്തു കഴിയുമ്പം എല്ലാവരുടെയും കയ്യിൽ പുതിയ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവർക്കതൊരു വലിയ വിഷമം ആവത്തുമില്ല. അപ്പം നമുക്ക് ബഡ്ജറ്റും ലാഭിക്കാം, പിള്ളേർക്ക് വിഷമം ആവത്തുമില്ല, എല്ലാം കൊണ്ട് സൗകര്യപ്രദമാണ്. അങ്ങനെ വീതം വെപ്പൊക്കെ കഴിഞ്ഞു. ഇനി പുസ്തകം ഒക്കെ പൊതിഞ്ഞ് വെക്കണം. പുസ്തകം കിട്ടിയിട്ടില്ല കേട്ടോ. നോട്ട്ബുക്ക് മേടിച്ചതൊക്കെ പൊതിഞ്ഞ് വെക്കണം, നെയിം സ്ലിപ്പ് ഒട്ടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി കിടക്കുന്നത്.